ഹായോ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ ആത്മകഥയാണ്. അപ്പോൾ അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ലെങ്കിലും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെർഫ്യൂമുകളുടെ ലോകത്ത് ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അത് ക്ലോണുകൾ നിന്നാവട്ടെ അല്ലെങ്കിൽ ഡിസൈനർ നീഷ് പെർഫ്യൂമുകൾ നിന്നാവട്ടെ എനിക്ക് ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് പോകുന്നത്. ചില പെർഫ്യൂമുകളെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് വധിക്കുകയും ചിലതിന് നല്ല പൊക്കി പറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊരു സീരീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ എന്തായാലും let's get to the video. Welcome to Sufi Fragrance. ഹായ്, ഞാൻ സുഫിയാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലോൺ കാറ്റഗറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റോറിൽ നിന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു പെർഫ്യൂം ആയിരുന്നു ടോം ഫോർഡിൻ്റെ ബ്ലാക്ക് ഓർക്കിഡ് EDP. അപ്പോൾ ഇതിന് ഈ ഒരു 100 ml ഏകദേശം 15,400 രൂപയാണ് പ്രൈസ് വന്നത്. അപ്പോൾ ഫസ്റ്റൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഫണ്ടില്ലാത്ത കാരണം ഞാനത് മേടിച്ചില്ല. നല്ല ക്ലോൺസ് തപ്പിക്കൊണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവൻ പാരീസ് കോർണറിൻ്റെ G ബ്ലാക്ക് ഇൻറ്റൻസ് ഓവർഡോസ് എന്നൊരു പെർഫ്യൂം കൊണ്ടുവന്നത്. അത് ഇതിൻ്റെ ഒരു ക്ലോണായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു ക്ലോൺ തന്നെയായിരുന്നു അത്. അപ്പോൾ എനിക്ക് ആ ഒരു സെൻറ്റ് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ നമ്മുടെ നാട്ടിലത് അവൈലബിൾ ആയിരുന്നില്ല, ഇന്ത്യയിൽ കിട്ടാണ്ടായില്ല. അപ്പോൾ അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അർദ് അൽ ജാഫറാൻ എന്ന ബ്രാൻഡിൻ്റെ Oud 24 hours എന്ന ഈ ഒരു പെർഫ്യൂം ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിവ്യൂസൊക്കെ നോക്കി കുഴപ്പമില്ലാന്ന് മനസ്സിലായപ്പോൾ കണ്ണും പൂട്ടി ഓർഡർ ചെയ്തു. 6 ഫ്രാഗ്രൻസസ് നായിട്ട് മേടിച്ച് 100 മില്ലിക്ക് ഏകദേശം 1300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സാധനം വന്നു, ഞാൻ സ്പ്രേ ചെയ്ത് നോക്കി. ഐ വാസ് വെരി ഹാപ്പി. നല്ല സ്മെല്ലായിരുന്നു, ഓപ്പണിംഗ് ഒക്കെ ഉള്ള ഏകദേശം ബ്ലാക്ക് ഓർക്കിഡ് തന്നെ. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന നല്ല കിടില സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പോളറൈസിങ് ആയിട്ടുള്ള സെൻ്റാണ്. അതിൻ്റെ റിവ്യൂ നമുക്ക് വഴിയേ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു പെർഫ്യൂമും ആ ഒരു ഡാർക്ക് ഫ്ലോറൽ എർത്തി സ്ലൈറ്റ്ലി വുഡി ആംബറി ക്യാരക്ടറൊക്കെ ഉള്ള പെർഫ്യൂം തന്നെയാണ്. ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രസമുള്ളൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു നോട്ടോടുകൂടാണ്. അപ്പോൾ ഓരോരോ നോട്ട്സായിട്ട് നമുക്കൊന്ന് പിക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, ഒരു കോംപ്ലക്സ് ബ്ലെൻഡ് തന്നെയാണ്. എന്നിരുന്നാലും ഓപ്പണിംഗ് ഇത്തിരി കൂടെ എൻജോയബിൾ ആയിട്ട് തോന്നുന്നത് Oud 24 ഹവേഴ്സിൻ്റെ ആണ്. ബ്ലാക്ക് ഓർക്കിഡ് ഇത്തിരി ഒരു പഞ്ചൻ്റ് ഫീൽ ഉണ്ട് തുടക്കത്തിൽ. പിന്നെ ഇതിൽ കുറേ ഫ്ലോറൽ നോട്ട്സ് ഉണ്ട്, ജാസ്മിൻ, ഗാർഡീനിയ, ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബേസ് നോട്ട്സിലോട്ട് സാൻഡൽ വുഡിൻ്റെ പ്രസൻസ് അത് നമുക്ക് അത്യാവശ്യം ഇതൊന്ന് Oud 24 ഹവേഴ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഒരു എർത്തി പച്ചൂളി ഫീല് നമ്മുടെ ബ്ലാക്ക് ഓർക്കിഡിലുണ്ട്. അതായത് ഒരു നനഞ്ഞ മണ്ണിൽ ഉണ്ടാകുന്ന പച്ചുള്ളിയുടെ സ്മെല്ല്. നമ്മുടെ അജ്മലിലെ പച്ചുള്ളി കുസൂസി എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്, അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിലുണ്ട്. അത് നമുക്ക് ആ ഒരു ഡാംപ് എർത്തി ഫീൽ ഈ ഒരു പെർഫ്യൂമിൽ നിന്ന് നമുക്ക് അധികം കിട്ടില്ല. അപ്പോൾ ഒരു 1-to-1 ക്ലോൺ ആണോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. എന്നിരുന്നാലും ബ്ലാക്ക് ഓർക്കിഡിൻ്റെ ഒരു ഫീൽ നമുക്ക് ഈ ഒരു പെർഫ്യൂം തരും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 10 സ്പ്രേ ഒക്കെ അടിച്ച് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങിയൊക്കെ വന്ന്, വൈകുന്നേരം രാത്രി ആ ഒരു സമയമാണ്, കറങ്ങിയൊക്കെ വന്ന് തിരിച്ചു വന്ന് റൂമിൽ കയറി ഒരു 2 മണിക്കൂറിൽ താഴെ ആയിട്ടുള്ളൂ. ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ എവിടെയും അറിയാനേ ഇല്ല. ഞാൻ സ്പ്രേ അടിച്ചിരുന്നു പോലും അറിയാനില്ലാത്ത ഒരവസ്ഥ, ആവിയായി. അപ്പം ഞാൻ വിചാരിച്ചു പുതിയൊരു പെർഫ്യൂം അല്ലേ, കിട്ടിയതല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എടുത്തു വെച്ചു, ഒന്ന് സെറ്റിലാവാൻ വെച്ച്. 3 മാസം 4 മാസം ഒരു ചേഞ്ച് വരും. കഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ശോകം പെർഫോമൻസാണ്. അത്രയും ശോകം പെർഫോമൻസാണ് ഈ ഒരു പെർഫ്യൂം എനിക്ക് തന്നത്. ആദ്യത്തെ ഒരു 4-5 മാസം വളരെ കഷ്ടമായിരുന്നു, 2 മണിക്കൂർ 3 മണിക്കൂർ. പിന്നെ ഇപ്പോൾ ഒരു വർഷത്തിനൊക്കെ ശേഷമാണ് ഇത് ഒന്നുമില്ലെങ്കിൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിലേക്ക് പുഷ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊരു റെഡി, അതായത് അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ഓരോ പെർഫ്യൂമൊക്കെ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ പെർഫ്യൂം വാങ്ങിക്കരുത്. അതും നിങ്ങൾ പെർഫോമൻസ് ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് വാങ്ങുന്നതെങ്കിൽ സംഭവം 1200-1300 രൂപ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് വിചാരിച്ച് എൻ്റെ പൊന്നോ വാങ്ങരുത്. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പുറത്ത് UAE-ലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് സ്കിന്നിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം മേടിക്കാം. അതിലും നല്ലത് ചിലപ്പോൾ നിങ്ങൾക്ക് അൽനുവൈം എന്ന ബ്രാൻഡിൻ്റെ ബ്ലാക്ക് ഓർക്കിഡൊക്കെ നല്ലപോലെ ലോഞ്ചിവിറ്റി കാര്യമൊക്കെ ഉള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് സത്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഞാൻ ഇന്നലെ രാത്രിയും കൂടെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പൊതുവെ 1000 രൂപയുടെ താഴെയാണ് പെർഫ്യൂംസ് മേടിക്കാറുണ്ടെങ്കിൽ ആഗ്രഹിച്ചൊക്കെ ഒരു 1300 രൂപയൊക്കെ മുടക്കി ഇത് മേടിക്കുകയാണെങ്കിൽ ചിലപ്പം നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. തുടക്കത്തിൽ 2 മണിക്കൂറിനൊക്കെ താഴെ പെർഫോമൻസ് കിട്ടിക്കഴിഞ്ഞാൽ
ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തരുന്ന ഫീലാണ് അത്രയും പൈസ മുടക്കിയിട്ട്. അപ്പോൾ അനുഭവം നമ്പർ 1, നല്ല ക്ലോണാണെന്ന് ഞാൻ വിചാരിച്ച് മേടിച്ച പെർഫ്യൂം എനിക്ക് കിട്ടിയത് ശോകം പെർഫോമൻസ്. അപ്പോൾ കണ്ടസ്റ്റന്റ് നമ്പർ 2 നമ്മുടെ വീഡിയോയിലേക്ക് രണ്ടാമതായിട്ട് കടന്നു വരുന്ന ആളാണ് ഫോർ ഹിം റെഡ് എഡിഷൻ ബൈ സാറ. വളരെ ശോകം പെർഫോമൻസ് ഉള്ള പെർഫ്യൂംസ് നല്ല പ്രൗഢിയോടുകൂടെ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് സാറ. വളരെ കഷ്ടമാണ് പലതിൻ്റെയും പെർഫോമൻസ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിന് 100 ml ഏകദേശം 1800 രൂപയാണ് വരുന്നത്. ഇതിൽ സാറ 3 നോട്ട്സ് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്: ഓറഞ്ച്, ആംബർ, എവർനിൽ. ഇത് ബക്കറ റൂജ് 540 ഒരു ഇൻസ്പയർഡ് വേർഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഒക്കെ നോട്ടോടുകൂടാണ് ആ ഒരു സ്മെല്ല്. അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ അല്ലികളുടെ ആ ഒരു സ്മെല്ലല്ല, അല്ലാതെ ഒരു ഷെല്ല്, ആ തൊലിയോട് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് സ്മെല്ലുണ്ടാവുമല്ലോ, അതുപോലെ ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ആ ഒരു സെൻറ്റാണ് നമുക്ക് കിട്ടുക. എന്നിരുന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സെൻറ്റ് എനിക്ക് ഇതിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡ്രൈ ലീഫ് ലൈക്ക് സ്മെല്ലുണ്ട്. നമ്മളെ പഴയ ബീഡി ഓർമ്മയുള്ള ആൾക്കാർക്ക് ആ ഒരു സെൻറ്റ് ഓർമ്മയുണ്ടാവും. ഇതിൻ്റെ ഈ ഒരു ഇലകൾക്കൊരു പ്രത്യേക ഫീലുണ്ട്. ഇതിൻ്റെയും ടൊബാക്കോ ഒക്കെ ചേരുമ്പോൾ ഇതിന് ചെറുതായിട്ട് ഈ ബീഡിയുടെ സ്മെല്ലാണ്. ഇതിൻ്റെ പുകയുടെ സ്മെല്ല് എനിക്ക് അത്ര താല്പര്യമില്ല. എന്നിരുന്നാലും ഈ ഒരു ബീഡിയുടെ ഇലകളും അതിൻ്റെ ടൊബാക്കോയും കൂടെ ഒക്കെ ചേരുമ്പോൾ ചെറിയൊരു ഫീലുണ്ട്. ആ ഒരു ടൈപ്പ് ഒരു ഡ്രൈ ലീഫ് ലൈക്ക് സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിലുണ്ട്. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊരു വുഡി അക്കോർഡ്സ് ഒക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ബക്കറ റൂജ് ലൈക്ക് സ്വീറ്റ്നെസ് അത്ര തന്നെ ഇതിലില്ല. ഒരു ഡ്രൈ ലീഫ് ലൈക്ക് സ്മെല്ല് ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നുകൂടെ ടോൺ ഡൗൺ ആണ്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എട്ടിലും പെർഫോമൻസ് ആണ്. ഒരു 30 സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 30-40 മിനിറ്റ് വരെ പ്രൊജക്ഷനും 3-4 മണിക്കൂർ വരെ ലാസ്റ്റിങ്ങുമാണ് ഈ ഒരു പെർഫ്യൂം വരുന്നത്. നിങ്ങൾക്ക് 1800 രൂപ സക്സസ്ഫുള്ളി വേസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് സാറയുടെ ഫോർ ഹിം റെഡ് എഡിഷൻ. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിലായിരുന്നപ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു എക്സാമിൽ ഒരു സ്റ്റുഡൻറ്റിന് -മാർക്ക് കിട്ടി. അപ്പോൾ പുള്ളി ആ മാർക്ക് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്: ഹീ നോസ് ഹൗ ടു ഗസ് ദി കറക്റ്റ് റോങ് ആൻസർ. അപ്പോൾ അതേ അവസ്ഥയാണ് ഇവിടെ. വളരെ ശോകം പെർഫോമൻസ് ഉള്ളൊരു പെർഫ്യൂമാണ് സാറ മാർക്കറ്റിലേക്ക് ഏതായാലും പടച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 പെർഫ്യൂംസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഏതായാലും ഈ വധം അല്ലെങ്കിൽ നല്ല കാര്യവും നമ്മൾ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ തുടരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.